കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏത് തന്നെ ആയാലും ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യേണ്ടതായി വരും. അവിടെ സക്സസ്ഫുൾ ആവണമെങ്കിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സിലബസ് അത്രമാത്രം സ്ട്രാറ്റജിക് പ്ലാനോടുകൂടി തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അവിടെ കൺസെപ്റ്റ് അത്ര റിച്ച് ആയി പഠിക്കേണ്ടതുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, ബൈഹാർട്ടായി പഠിക്കേണ്ട ഡാറ്റകൾ ബൈഹാർട്ടായി പഠിക്കണം. വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവിഷൻസിനാണ്. ആ റിവിഷൻസിന് മാത്രമാണ് ആ ഷോർട്ട് ടൈം മെമ്മറിയെ ലോങ് ടൈം മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റിലെ ഫാസ്റ്റ് ആൻഡ് ആക്യുറസി അറ്റൈൻ ചെയ്യുന്നത് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസിലൂടെയും അത്രമാത്രം മോക്ക് എക്സാംസിലൂടെയും കടന്നു പോകുമ്പോഴാണ്. അത് കുട്ടികൾക്ക് അങ്ങനെ തന്നെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ക്വാളിറ്റിയാണ്. നമ്മൾ എത്ര നേരം പഠിക്കുന്നു എന്നല്ല, എങ്ങനെ പഠിക്കുന്നു, എത്രമാത്രം പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലൊക്കെ പ്രധാനം അക്കാഡമിക്കലി പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ മെന്റലി കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷറിനോടോ സോഷ്യൽ പ്രഷറിനോടോ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, റെസിലിയന്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഇക്കോസിസ്റ്റത്തിൽ പഠിച്ചതുപോലെ എത്രമാത്രം the more you are resilient to external factors, the more you will be productive.